രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പരിഹാസ്യ നിലപാടുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുലിന് അയോഗ്യത കൽപ്പിക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് സതീശൻ നിയമസഭയിൽ. കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന കീഴ്വഴക്കമില്ലെന്നും നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയെ അറിയിച്ചു. പരാതി പോലുമില്ലാതെ രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തുവെന്ന് മേനി പറഞ്ഞ സതീശനാണ് ഇപ്പോൾ രാഹുൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് എന്നതാണ് വൈരുദ്ധ്യം. ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കുറ്റാരോപിതന് അയോഗ്യത കൽപ്പിക്കുവാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. അനാവശ്യ കീഴ്വഴക്കങ്ങൾ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. എല്ലാ എംഎൽഎമാർക്കെതിരെയും കേസുണ്ട്. മുകേഷിനെതിരെ ഭരണപക്ഷം എന്തു ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് അയോഗ്യനാക്കുവാനുള്ള നീക്കത്തിൽ തീരുമാനം എടുത്തത്. ഘടകകക്ഷികളിലെ അംഗങ്ങളും നീക്കത്തോട് യോജിച്ചു. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പീറ്റൻസും ഇല്ല. ആവശ്യമില്ലാത്തൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. ആ പരാതി പോലും മെയിൻറ്റെയിനബിൾ അല്ല. സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് MLA കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ? അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല. പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് പരിഹസിച്ചു. ഒരു പരാതി പോലുമില്ലാതെ നടപടിയെടുത്തുവെന്ന് മേനി നടിച്ച പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ മറിച്ചൊരു അഭിപ്രായം എന്താണെന്ന് മന്ത്രി ചോദിച്ചു. പ്രതിപക്ഷ നേതാവല്ലേ ഇത്രയും കാലം അവകാശപ്പെട്ടത് ഒരു പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ നടപടിയെടുത്തുന്നല്ലേ? ഇപ്പൊ പരാതി പ്രളയം വന്നില്ലേ? അല്ല, പരാതി പോലും ഇല്ലാതെ നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് മേനി പറഞ്ഞതാണ്. പിന്നെ എന്തിനാണിപ്പോ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന്റെ താല്പര്യം എന്താ? കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് DK മുരളി MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയത്. രാഹുലിനെതിരെ ചട്ടപ്രകാരം നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടാതെ വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യം. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. അതേസമയം രാഹുലിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.